കോഴിക്കോട് നിപ്പ ബാധ സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറൂഖ് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, അങ്ങനെ വീണ്ടും ആശങ്കയിലാഴ്ത്തി നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോട് നിപ ബാധ എന്ന ഭീഷണി ഉയർന്നു വരികയാണ്. ഫറോക്ക് സ്വദേശിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ന്യൂമോണിയ ബാധ അടക്കമുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. പിന്നീടാണ് നിപ ലക്ഷണത്തെ തുടർന്ന് അദ്ദേഹത്തെ ആദ്യം പ്രവേശിപ്പിച്ചത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലായിരുന്നു. തുടർന്ന് ഇവിടെ നിന്നും നിപ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തുകയായിരുന്നു, PCR ടെസ്റ്റ് നടത്തുകയായിരുന്നു. ആ PCR ടെസ്റ്റിലാണ് ഇപ്പോൾ നിപ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വിശദമായ പരിശോധനയ്ക്കായി സ്രവം ശേഖരിച്ചിട്ടുണ്ട്. അത് നാളെ രാവിലെ തന്നെ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് ടെസ്റ്റിനായി എയർലിഫ്റ്റ് ചെയ്തതിന് ശേഷം വിശദമായ പരിശോധന ആണ്. പിന്നീട് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള നിപ ബാധ സ്ഥിരീകരിക്കുക. അദ്ദേഹത്തിന് നിപ ബാധയുണ്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലാബിൽ നടത്തിയ ഈ പ്രാഥമികമായിട്ടുള്ള ഒരു PCR ടെസ്റ്റിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയവരുടെ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രധാനമായിട്ടും ഇതുള്ളത്. ആരോഗ്യവകുപ്പിന് മുൻപിലുള്ള വെല്ലുവിളി ഉള്ളത്. ആരോഗ്യമന്ത്രി K മുരളീധരൻ ഈ നിപ വൈകുന്നേരം അറിഞ്ഞ ഉടൻ തന്നെ DMOയെ വിളിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്തൊക്കെ ജാഗ്രതകൾ കൈക്കൊള്ളണമോ അതെല്ലാം കൈക്കൊള്ളാൻ ആരോഗ്യമന്ത്രി DMOയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാലും കോഴിക്കോട് നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറൂഖ് സ്വദേശിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ലാബിൽ നടത്തിയ PCR പരിശോധനയിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.